ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു KT അപ്ഡേറ്റ്സ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതെന്താണെന്ന്. ഇതിനാണ് RTI എന്ന് പറയുന്നത്, വിച്ച് മീൻസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഓഫ് 2005. ഇന്ത്യയിലെ സർക്കാർ ഭരണനിർവഹണം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശം നൽകുന്ന 2005 ഒരു സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം 2005. ഈ ഒരു റൂൾ പ്രകാരം നമ്മളൊരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ നമുക്ക് ഏതൊരു കാര്യത്തിൻ്റെയും ഇൻഫർമേഷൻ അറിയാൻ കഴിയും. അങ്ങനെ 2015 സ്കീമിലെ ഒരു വിദ്യാർത്ഥി കുറച്ച് കാര്യങ്ങൾ അറിയാൻ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യം ചോദിച്ചിരുന്നത് 2015 സ്കീമിൽ നിലവിൽ ബാക്ക് പേപ്പേഴ്സ് ഉള്ളവരുടെ എണ്ണമാണ്. രണ്ടാമത്തെ ചോദ്യമായിരുന്നു 2015 സ്കീമിലെ വിദ്യാർത്ഥികൾക്ക് 2019 സ്കീമിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് എക്സാം എഴുതാൻ കഴിയുമോ എന്നതായിരുന്നു. മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് 2015 സ്കീമിലെ 4 ബാച്ചുകളിലായിട്ട് എത്ര ബാക്ക് പേപ്പേഴ്സ് ഉണ്ട് എന്നുള്ളൊരു കൗണ്ട് വേണമെന്നായിരുന്നു. പിന്നീടായിട്ട് ചോദിച്ചേക്കുന്നത് S1 മുതൽ S8 വരെയുള്ള സെമസ്റ്ററുകളിലായിട്ട് എത്ര കുട്ടികളാണ് കഴിഞ്ഞ എക്സാം സീസണിൽ രജിസ്റ്റർ ചെയ്തതും അതിൽ എത്ര പേരാണ് ഗ്രാജുവേറ്റ് ആയതും എന്നായിരുന്നു. ഇതിൽ ആദ്യ ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: 15,567 വിദ്യാർത്ഥികളാണ് 2015 സ്കീമിൽ ബാക്ക് പേപ്പേഴ്സ് ആയിട്ട് ഉള്ളവർ. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് 2015 സ്കീമിലെ റെഗുലേഷൻ പ്രകാരം കോഴ്സ് സ്കിപ്പ് ചെയ്യാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. അതേപോലെ അതേ കോഴ്സ് വേറെ സെമസ്റ്ററിലായിട്ട് എക്സാം എഴുതാൻ കഴിയുന്നതുമാണ്. മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയാണ്: 2015-19 ബാച്ചിൽ 3,769 പേരും 2016-20 ബാച്ചിൽ 3,663 പേരും 2017-21 ബാച്ചിൽ 3,595 പേരും 2018-22 ബാച്ചിൽ 4,540 പേരുമാണ് സപ്ലൈ ആയിട്ട് നിലവിലുള്ളത്. നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കാണുന്ന ടേബിൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്കൊരു RTI ഫയൽ ചെയ്ത് ഇൻഫർമേഷൻ അറിയാൻ കഴിയുന്നതാണ്. നിലവിൽ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാൻ സൈറ്റിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇതിനൊരു ലാസ്റ്റ് ഡേറ്റ് ഇല്ല. മാക്സിമം സപ്ലൈ എക്സാം രജിസ്ട്രേഷന് മുന്നേ തന്നെ എല്ലാവരും മാക്സിമം രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. ജൂൺ ജൂലൈയിലാണ് എക്സാം നടക്കുന്നത്. മാക്സിമം ജൂൺ മാസം കൊണ്ട് എല്ലാവരും എക്സ്റ്റൻഷൻ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. ഫോർ മോർ അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ടു KT അപ്ഡേറ്റ്സ്.